നമ്മളിപ്പോൾ വാഗമണ്ണിലേക്കുള്ള യാത്രയിലാണ്. നമ്മുടെ ഈ ചാനൽ ആരംഭിക്കുവാനുള്ള പ്രചോദനമായത് വാഗമണ്ണിലേക്കുള്ള ഒരു യാത്രയിലായിരുന്നു. അതിൻ്റെ ഓർമ്മയിലായിട്ടാണ് എല്ലാ വർഷവും നമ്മൾ വാഗമണ്ണിലേക്ക് ഒരു ട്രിപ്പ് പോകുന്നത്. എല്ലാ വിനോദസഞ്ചാരികളെയും മാടി വിളിക്കുന്ന അതിമനോഹരമായ ഒരു ഭൂപ്രദേശമാണ് വാഗമൺ. വാഗമണ്ണിലേക്ക് കയറുമ്പോൾ തന്നെ ആദ്യമായി നമ്മളെ വരവേൽക്കുന്നത് ഒരു വാട്ടർഫാളാണ്. ആ വാട്ടർഫാളാണ് ഈ കാണുന്നത്. വളരെ ഉയരത്തിൽ നിന്നും വെള്ളം കുതിച്ചു ചാടുന്ന ഒരു കാഴ്ചയാണ് ഈ വാട്ടർഫാളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മഴ ധാരാളമുള്ള സമയത്താണ് ഈ വാട്ടർഫാൾ കാണുവാൻ ഏറ്റവും ഭംഗി. ഈ വാട്ടർഫാളിന് ശേഷം നമ്മൾ എത്തപ്പെടുന്നത് അതിമനോഹരമായ ഒരു വ്യൂ പോയിൻറ്റിലേക്കാണ്. മഴയുള്ള സമയങ്ങളിലാണ് ഈ വ്യൂ പോയിൻറ്റിൽ നമുക്ക് ഏറ്റവും ആകർഷകമായി തോന്നുന്നത്. കോട നമ്മളെ തഴുകി ഇറങ്ങി നടക്കുന്നതും ഈ വ്യൂ പോയിൻറ്റിൽ നമുക്ക് ദർശിക്കാനാവും. വാഗമൺ മലനിരകളെ ഏറ്റവും ഭംഗിയായി കാണുവാൻ സാധിക്കുന്ന ഒരു വ്യൂ പോയിൻ്റാണ് ഇത്. ഇന്ന് എൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പമാണ് ഈ യാത്ര നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ധാരാളം സെൽഫി എടുക്കുവാനും പറ്റിയ ഒരു ഇടമാണ് ഈ വ്യൂ പോയിൻ്റ്. വാഗമണ്ണിലേക്കുള്ള യാത്രയിൽ ഏറ്റവും അനുയോജ്യമായ ഒരു സീസൺ റെയിനി സീസണാണ്. കാരണം പച്ചപ്പരവതാനി വിരിച്ചിരിക്കുന്ന വാഗമൺ മലകളെ കാണണമെങ്കിൽ നമ്മൾ ഈ സമയത്ത് തന്നെയാണ് ഇവിടെ എത്തേണ്ടത്. കോടമഞ്ഞിൻ്റെ ഭംഗി ആസ്വദിക്കാനും കോടമഞ്ഞിനെ അനുഭവിക്കാനും വേണ്ടിയാണ് വാഗമൺ മലനിരകൾ നമ്മൾ സാധാരണയായി കയറുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് എത്തുന്നത് പ്രണയ തടാകം. വാഗമണ്ണിലെ ഏറ്റവും സുപ്രസിദ്ധമായ ഒരു സ്ഥലമാണ് ഈ തടാകം. ഇവിടേക്ക് വരുന്ന വഴിക്ക് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഈ തടാകക്കരയിൽ ധാരാളം സിനിമകളുടെ ഷൂട്ടിംഗ് നടന്നിട്ടുള്ള സ്ഥലമാണ്. ഇപ്പോഴും ഷൂട്ടിംഗ് നടക്കുന്ന ഒരു സ്ഥലം കൂടെയാണ്. ഫോട്ടോഷൂട്ടിനെല്ലാം വളരെ അനുയോജ്യമായ ഒരു ഇടമാണ് ഈ തടാകക്കര. നമ്മളിവിടെ എത്തിയപ്പോൾ പ്രേമലു സിനിമയിലെ ആക്ടറെ നമുക്ക് കാണുവാനും അദ്ദേഹം ഫോട്ടോഷൂട്ട് എടുക്കുന്നത് കാണുവാനൊക്കെ ഉള്ളൊരു സന്ദർഭം നമുക്കിവിടെ ഉണ്ടായി. പ്രേമലു സിനിമയിലെ അദ്ദേഹത്തിൻ്റെ പങ്കും അദ്ദേഹത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു.